രാമായണ കിളിപ്പാട്ട് നമുക്ക് സമ്മാനിച്ച നമ്മുടെ ഭാഷാപിതാവിനെ അവതരിപ്പിക്കുന്നു. അടുത്തതായി നമ്മൾ അവതരിപ്പിക്കുന്നത് വടക്കൻ പാട്ടുകളുടെ പ്രശസ്തമായ ടൂർണമെന്റിലെ ഉണ്ണിയാർച്ച സ്ത്രീ സൗന്ദര്യത്തിന്റെയും പെൺകരുത്തിന്റെയും പ്രതീകമായ ഉണ്ണിയാർച്ച ആയോധന കലയായ കളരിപ്പയറ്റിലും പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിത്വമാണ്. ഉണ്ണിയാർച്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വൈഗ സന്തോഷ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പടപൊരുതിയ കേരള സിംഹമായ കേരളവർമ്മ പഴശ്ശിരാജ. വയനാടൻ കാടുകളിൽ തൊഴിലാളികളുടെ പടപൊരുതിയ പഴശ്ശിരാജ ഓരോ കേരളീയനും എന്നും രോമാഞ്ചമായിരുന്നു. പഴശ്ശിരാജ അവതരിപ്പിക്കുന്നു വിനായക് സുരേഷ്. രണ്ടുപേരും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് അവർ രണ്ടുപേരും ഒന്നിച്ചു വരുന്നത്. രാജാ രവിവർമ്മ, തിരുവിതാംകൂർ രാജവംശത്തിലെ രാജാ രവിവർമ്മ ചിത്രകലയിൽ ഇന്തോ യൂറോപ്യൻ ഫ്യൂഷന്റെ ഉത്തമോദാഹരണമാണ്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ, പ്രത്യേകിച്ച് ശകുന്തള, ദുഷ്യന്തൻ, നളദമയന്തി കലയിലെ ചിത്രങ്ങൾ പ്രസിദ്ധമാണ്. അറിയാത്ത ആരെങ്കിലും ആരുണ്ടാവില്ല. ശകുന്തളയുടെ ചിത്രം നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. അതുകൊണ്ട് രാജാ രവിവർമ്മ വരയ്ക്കുന്ന ശകുന്തളയാണ് വേദിയിൽ അവതരിപ്പിക്കുന്നത്. കാർത്തിക് സുരേഷ്, ആൻഡ്രിയ സന്തോഷ്. അടുത്തതായി സെയിന്റ് കുര്യാക്കോസ് ചാവറ. സീറോ മലബാർ സഭയിലെ ആദ്യത്തെ പുണ്യവാളനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചാവറയിലെ ആദ്യത്തെ സംസ്കൃത പഠനശാല തുടങ്ങിയത് കുര്യാക്കോസ് ചാവറയാണ്. ശ്രീനാരായണ ഗുരുവിനും ചട്ടമ്പി സ്വാമികൾക്കും മുമ്പേ നവോത്ഥാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ആളാണ് ശ്രീ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അവതരിപ്പിക്കുന്നു ഡേവിഡ് ബിബിൻ. കേരളത്തിലെ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് നമ്മെ പഠിപ്പിച്ചു. ജാതി മത ചിന്തകൾക്കെതിരെ പോരാടാൻ നമുക്കിന്നും പ്രചോദനമാണ് ഗുരുദേവൻ. ഗുരുദേവൻ ഇന്നും സാമൂഹ്യ രാഷ്ട്രീയ നായകന്മാർ പിന്തുടരുന്നു എന്നത് മാത്രം മതി അദ്ദേഹത്തിന്റെ മഹത്വം അറിയാൻ. ഗുരുദേവനെ അവതരിപ്പിക്കുന്നു സാത്വിക് ഹരീഷ്. അടുത്തതായി നമ്മൾ അവതരിപ്പിക്കുന്നത് കുമാരനാശാൻ. ആധുനിക കവിത്രയത്തിലെ പ്രമുഖ വ്യക്തിത്വമാണ് ശ്രീ കുമാരനാശാൻ. 1922 മദ്രാസ് സർവകലാശാലയിൽ നിന്നും മഹാകവി പട്ടം നേടി ആശാൻ. നളിനി, ലീല, ചണ്ടാലഭിക്ഷുകി എന്നീ പ്രമുഖ കൃതികൾ മതി അദ്ദേഹത്തിന്റെ മലയാള സാംസ്കാരിക ലോകത്തിലെ മുന്നേറിയ. കുമാരനാശാനെ അവതരിപ്പിക്കുന്നു സാത്വിക് സമൻ. Next we have സ്വാതി തിരുനാൾ. തിരുവിതാംകൂർ രാജവംശത്തിലെ സ്വാതി തിരുനാൾ രാമവർമ്മ കർണാട്ടിക്, ഹിന്ദുസ്ഥാനി സംഗീതങ്ങളിൽ പ്രാവീണ്യം തെളിയിച്ച വ്യക്തിത്വമാണ്. കേരളത്തിലെ ഭരണസിരാകേന്ദ്രം കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ശ്രീ സ്വാതി തിരുനാളാണ്. ആധുനിക വൈദ്യശാസ്ത്രം കേരളത്തിൽ അവതരിപ്പിച്ചതും ശ്രീ സ്വാതി തിരുനാളാണ്. ശ്രീ സ്വാതി തിരുനാളിന്റെ പേരിലാണ് മഹാരാജാസ് സ്കൂൾ കോളേജും അറിയപ്പെടുന്നത്. അടുത്തതായി we are presenting അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നാണ് ശ്രീ അക്കാമ ചെറിയാൻ അറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യ സമര പോരാളിയാണ് ശ്രീ അക്കാമ. 1950 പാർട്ടികളുടെ പ്രത്യേക
പ്രത്യയശാസ്ത്ര നാശത്തിൽ വിഷമിച്ച് പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നു. വെള്ളയമ്പലത്ത് പത്താമാശരിയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ ഗവൺമെന്റ്. അവതരിപ്പിക്കുന്നത് ഓസ്റ്റിന പ്രേം. അടുത്തതായി നമ്മൾ അവതരിപ്പിക്കുന്നു EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി, ഇന്ത്യ മഹാരാജ്യത്തിലെ കോൺഗ്രസ് ഇതര ആദ്യ മുഖ്യമന്ത്രി, ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. ആദ്യ പിളർപ്പിനെ തുടർന്ന് മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ശ്രീ EMS. നമ്പൂതിരിയായി ജനിച്ച് മറ്റു പാർട്ടികളിൽ പെട്ടവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചവരിൽ പ്രമുഖനായ ശ്രീ EMS നമുക്കിന്നും പ്രചോദനമാണ്. അവതരിപ്പിക്കുന്നത് സ്റ്റീവ് അമൽ. Last but not the least, we are presenting Sri K.R. Narayanan. ലണ്ടൻ സ്കൂളിൽ എക്കണോമിക്സിൽ പഠിച്ചിറങ്ങിയ ശ്രീ K.R. നാരായണൻ ശ്രീ ജവഹർലാൽ നെഹ്റുവിന്റെ കീഴിൽ വിദേശ മന്ത്രാലയത്തിൽ ജോലി ചെയ്തു. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായും തുടർന്ന് രാഷ്ട്രപതിയായും പ്രവർത്തിച്ച അദ്ദേഹം ഓരോ കേരളീയനും എന്നും അഭിമാനമാണ്. ഈ 13 വ്യക്തിത്വങ്ങളെയാണ്, ഈ 13 കേരള വ്യക്തിത്വങ്ങളെയാണ്, കേരളത്തിന്റെ അഭിമാനമായ വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചത്. അവർ ഓരോരുത്തർക്കും ഗംഭീരമായ ഒരു കൈയടി കൊടുത്തുകൊണ്ട് അതേപോലെ തന്നെ പറയാനുള്ളത്, ഇവർ ഓരോരുത്തർക്കുള്ള കോസ്റ്റ്യൂംസ്, ഈ കോസ്റ്റ്യൂംസ് ചെറിയൊരു കാര്യമല്ല. അവരുടെ പേരൻസിനും അവരെ സപ്പോർട്ട് ചെയ്തവർക്കുള്ള നന്ദിയും കടപ്പാടും നമ്മൾ രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാമിന്റെ ഒരു ഐഡിയ നമ്മുടെ ലേഡീസ് കോർഡിനേറ്റർ വിജയാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു കൈയടി. ഇനിയും പപ്പടം പൊടിക്കാൻ ബാക്കിയുള്ള ഭക്ഷണം കഴിക്കുന്നവർ പപ്പടം പൊടിച്ചുകൊണ്ട് ഇതിൽ പങ്കുചേരുക.